എൻ്റെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും സ്നേഹമയിയായ അമ്മയാണ്. ജപമാല മണികളിലൂടെ ആ അമ്മയുടെ കരം പിടിച്ചവരാരും ഇന്ന് നിരാശരായി തീർന്നിട്ടില്ല. പരിശുദ്ധ അമ്മയിലൂടെ തങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച നിരവധി ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും ഉണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ഈ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോളി ഷൈജു, ജീവിത പങ്കാളിയുടെ പേര് ഷൈജു ജോർജ്. 3 മക്കൾ: സ്നേഹ മേരി, ശ്രേയസ് ജോർജ്, അനുഗ്രഹ മേരി. എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ ചളിക്കവട്ടം. എൻ്റെ ഇടവക ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ചളിക്കവട്ടം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി. എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ജീവനും ജീവിതവും എൻ്റെ മാതാവ് തന്ന ദാനമാണ്. ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങളും അപകടങ്ങളും തുടങ്ങി നിരവധി ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് ഇന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഇവരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. എൻ്റെ നേഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഞാനൊരു ധ്യാനം കൂടുവാൻ വേണ്ടി ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി. പ്രാരംഭ ധ്യാനത്തിൽ തന്നെ എനിക്ക് മാതാവിനോട് ഒത്തിരിയേറെ ഭക്തിയും ജപമാല ചൊല്ലുവാനുള്ള ഒരു ആഗ്രഹവും എനിക്കുണ്ടായി. 1.5 വർഷത്തോളം ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തു. ആ സമയം എനിക്ക് മാതാവിനോട് കൂടുതൽ അടുക്കുവാനും ഒത്തിരിയേറെ ജപമാല ചൊല്ലുവാനും സാധിച്ചു. എനിക്കുണ്ടായ രോഗം ജോയിൻസ് പെയിൻ പൂർണ്ണമായും മാതാവ് സൗഖ്യപ്പെടുത്തി തന്നു. ഞാൻ ഒത്തിരിയേറെ ജപമാല ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ്റെ മാതാവിനെ എനിക്ക് കാണുവാനും നല്ല സുഗന്ധാഭിഷേകവും എനിക്ക് ലഭിച്ചിരുന്നു. അതിനാൽ ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ നടയിൽ നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്ന ഒരു അപേക്ഷയായിരുന്നു, എനിക്ക് കിട്ടുന്ന ജീവിത പങ്കാളി ഒരു മദ്യപാനിയോ വിദേശത്ത് ജോലിയുള്ളതോ ആയിരിക്കരുത്. പ്രത്യേകിച്ച് സുവിശേഷ ജോലിയുള്ള ആളായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അതുപോലെ തന്നെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ജീവിത പങ്കാളിയെ എനിക്ക് ലഭിച്ചു. വിവാഹം കഴിഞ്ഞെങ്കിലും ഒത്തിരിയേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും എനിക്കുണ്ടായി. വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടമായി. ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തിയത്. ആ കുറ്റപ്പെടുത്തലുകളൊക്കെ ഞാൻ സഹിച്ച് കണ്ണീരോടെ എൻ്റെ മാതാവിനോട് ഇന്ന് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അത് നന്മയ്ക്കായിട്ടാണത് മാറ്റിയത്. ഫുൾ ടൈം എൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവശുശ്രൂഷയിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് മാതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചത് ഒരു രോഗാവസ്ഥയിൽ തന്നെയായിരുന്നു. 9ാം മാസത്തിൽ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞത് കുഞ്ഞിൻ്റെ കിഡ്നി വലുതായിട്ടും ബ്ലാഡർ ഫുള്ളായിട്ടാണ് കാണുന്നതെന്ന്. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടേഴ്സിനെ കാണിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം പെട്ടെന്ന് അതിന് അസുഖം ഉണ്ടാവുകയും യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു. യൂറിൻ മാത്രമല്ല പഴുപ്പായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പഴുപ്പെന്ന് പറഞ്ഞാൽ അടുത്തെങ്ങും ആർക്കും നിൽക്കാൻ പോലും പറ്റൂല, അതുപോലെ ദുർഗന്ധമായിരുന്നു. ഈ അവസ്ഥയിൽ ഞങ്ങൾ ഒത്തിരിയേറെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി. എങ്കിലും കുഞ്ഞിൻ്റെ രോഗം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അവസാനം എറണാകുളം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയും അവിടെ ഒത്തിരിയേറെ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കുഞ്ഞിൻ്റെ രോഗം കണ്ടുപിടിച്ചു. യൂറിൻ റിഫ്ലക്സ് എന്ന രോഗമായിരുന്നു. അവിടെ വെച്ച് ഓപ്പറേഷൻ ചെയ്യുകയും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വീണ്ടും കുഞ്ഞിന് രോഗം മൂർച്ഛിച്ചു. വീണ്ടും 2.5 വയസ്സിനുള്ളിൽ കുഞ്ഞിൻ്റെ 4 ഓപ്പറേഷനെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവസാനം ഡോക്ടേഴ്സ് കൈ ഒഴിഞ്ഞു. അവർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ്.
ഞങ്ങൾ അവസാനം മുരുങ്ങൂർ ധ്യാനം കൂടാൻ കുഞ്ഞുമായിട്ട് പോവുകയും ധ്യാനത്തിൻ്റെ 4-ാം ദിവസം അവിടെ വെച്ച് കുഞ്ഞിന് അസുഖം കൂടുകയും ചെയ്തു. അവിടെ അച്ഛനോട് ചോദിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് വരികയും കുഞ്ഞിനെ നടുക്ക് കിടത്തിയിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ചരലിട്ട് മുട്ടുകുത്തി നിന്ന് കൈ വിരിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീണ്ടും ഞാനൊരു ധ്യാനത്തിന് പോയി. കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ പോയത്. അവിടെ മാതാവിൻ്റെ നടയിൽ കുഞ്ഞിന് വേണ്ടി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചെവിയിൽ ഒരു സന്ദേശം കിട്ടി, നിൻ്റെ കുഞ്ഞിന് സൗഖ്യം ലഭിക്കുമെന്ന്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ തരികയാണെങ്കിൽ എനിക്ക് രോഗമില്ലാത്തൊരു കുഞ്ഞിനെ തരണം, എനിക്ക് അല്ലാതെ രോഗമുള്ള കുഞ്ഞിനെ തരണ്ട. അങ്ങനെയാണെങ്കിൽ നീ ആ കുഞ്ഞിനെ എടുത്തോളൂ എന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഒത്തിരി ജപമാല കുഞ്ഞിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുകയും ധ്യാനം കഴിഞ്ഞ് വന്ന് ഒത്തിരി ആശ്വാസം ഉണ്ടായി. 7 വയസ്സ് വരെ കുഞ്ഞിന് മരുന്നുകൾ കൊടുത്തെങ്കിലും അതിനുശേഷം കുഞ്ഞിന് ഒരു അസുഖവും ഉണ്ടായിട്ടില്ല. പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞിന് 17 വയസ്സാണ്. അവൾ +2 പഠിക്കുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞാണ്. എൻ്റെ ജീവിത പങ്കാളി കുടുംബത്തിലെ മൂത്ത മകനായിരുന്നു. ഞങ്ങൾ മാറി താമസിക്കേണ്ട സമയം വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ജീവിത പങ്കാളിയുടെ ജോലിയും പോയിരിക്കുന്ന അവസ്ഥയാണ്. എങ്കിലും ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ജപമാല ചൊല്ലി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നേർച്ചകളൊക്കെ നേർന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, ചരലൊക്കെ ഇട്ട് മുട്ടുമേ നിന്ന് ഞങ്ങൾ ഒത്തിരി സഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു 8 സെൻറ്റ് സ്ഥലം ലഭിക്കുകയുണ്ടായി. അതിലൊരു ചെറിയ വീടും ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം പോലും കുടുംബത്തിൽ ഇല്ലായിരുന്നു. പാത്രങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ വിശ്വാസം കൈവിടാതെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അറ്റ്ലീസ്റ്റ് ചൂല് വരെ, ആ ചൂലിൻ്റെ വരെ എഴുതി വെച്ച് മാതാവിൻ്റെ നടയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് 1 വർഷത്തിനകം തന്നെ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും മാതാവ് ഞങ്ങൾക്ക് മേടിച്ചു തന്നു. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞും ഈ ഭവനത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇളയ മകളും ജനിച്ചത്. അതെല്ലാം മാതാവ് നൽകിയ സമ്മാനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. വീണ്ടും ഒരു സഹനവും കൂടി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന്, എൻ്റെ മകൾക്ക് ഇളയ കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോൾ ഒരാളെ സഹായിക്കാനായിട്ട് ഞാൻ 5 കിലോ വെളിച്ചെണ്ണ മേടിച്ചു. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് തിരുവ് തേങ്ങയുടെ വെളിച്ചെണ്ണയാണ്. അത് അധികം ദിവസം ഇരുന്നാൽ ചീത്തയായി പോകും. അതുകൊണ്ട് തിളപ്പിച്ച് വെക്കണമെന്ന് ആ വ്യക്തി എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ച് തിളപ്പിക്കുകയായിരുന്നു. തിളപ്പിച്ച് കഴിഞ്ഞ് ഇറക്കി വെക്കണ സമയത്ത് എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞും 6 വയസ്സുള്ള മകനും വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇറക്കി വെക്കണ സമയത്ത് പെട്ടെന്ന് തുണി ഗ്യാസ് സ്റ്റവിൽ കുടുങ്ങിയിട്ട് വെളിച്ചെണ്ണ മുഴുവനും എൻ്റെ കയ്യിലോട്ട് വീണുപോയി. എൻ്റെ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ കുഞ്ഞുമക്കൾക്കൊന്നും പൊള്ളലേറ്റില്ല. പക്ഷേ എൻ്റെ കൈ ഫുള്ളും പൊള്ളിപ്പോയി. ആ കൈയും കൊണ്ട് ഓടി ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ കൈ പൊള്ളിപ്പോയി, ജപമാല ചൊല്ലുന്ന കൈയാണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളെ ആരും നോക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു. പക്ഷേ എൻ്റെ മകനാണെങ്കിൽ ഓടി വന്ന് ഐസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഒഴിച്ചു. അവനൊന്നും അറിയില്ല എങ്കിൽ പോലും ഐസ് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നു. വാസലിൻ പുരട്ടി ഉപ്പൊക്കെ വാരിയിട്ട് തന്നു. ആര് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല, അതൊക്കെ ചെയ്തു തന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, കൈ വെന്തുപോയതാണ്. ഒരു പാട് പോലും ഇല്ലാതെ എനിക്ക് സൗഖ്യം നൽകി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. നാല് വർഷത്തിന് മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ബൈപ്പാസിൽ കൂടി പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരു ബൈക്ക് വന്നിടിക്കുകയായിരുന്നു. ബാങ്കിൽ ജോലിയുള്ള ഒരു മകനായിരുന്നു അത്. 9 മണിക്ക് ബാങ്ക് തുറക്കണം. അതുകൊണ്ട് നല്ല സ്പീഡിലായിരുന്നു ആ മകൻ വന്നിരുന്നത്. എന്നെ വന്നിടിക്കുകയും ആ ഇടിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്തു. ആ സമയത്ത് തന്നെ
ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമേ, ഞാനിപ്പം മരിച്ചു പോകുമല്ലോ, എൻ്റെ മക്കളെ ആരും നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ അതിനുശേഷം താഴത്തോട്ട് വന്നെങ്കിലും റോഡിലാണ് ശരിക്കും വന്ന് വീഴണത്. എങ്കിൽ പോലും ഒരു മെത്തപ്പുറത്ത് വന്ന് വീഴുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. എല്ലാവരും ചേർന്ന് എന്നെ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴും ഞാൻ കൊന്ത പിടിച്ച് മുറുകെ മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു പോറൽ പോലും ഇല്ലാതെ എൻ്റെ മാതാവ് എന്നെ കാത്തുകൊള്ളണേന്ന്. സ്കാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്ന് എങ്കിലും ആ ഇടിച്ച ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ശരീരത്ത് ഇപ്പോഴും ഒരു പാട് പോലും ഇല്ല എന്നെ വണ്ടി ഇടിച്ചതെന്നുള്ളത്. മരണത്തിൽ നിന്ന് എൻ്റെ മാതാവ് എന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ ഈ മാതാവിന് 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകൻ്റെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് ആ മകന് ഒത്തിരിയേറെ സഹനങ്ങളുണ്ടായി. പരീക്ഷ എഴുതാൻ പോലും പറ്റുമെന്ന് സംശയത്തിലായിരുന്നു. ആ സമയങ്ങളിലായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. SSLC എക്സാം തുടങ്ങുന്ന ദിവസമായിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടാവുകയും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ മകനെ ഒന്ന് പഠിപ്പിക്കുവാനോ വിളിച്ചെണീപ്പിക്കാനോ ഒന്നും തന്നെ എനിക്ക് സാധിച്ചില്ല. ഞാൻ ഒത്തിരിയേറെ വിഷമിച്ച്. 10ാം ക്ലാസ് പരീക്ഷയാണ്, ഒത്തിരി പഠിക്കാനുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഞാൻ മാതാവിനോട് മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകനെ രക്ഷിക്കണേന്ന്. അതിനോടൊപ്പം തന്നെ എൻ്റെ മകന് നല്ല ചുമയായിരുന്നു. ഞങ്ങളാരും വീട്ടിലില്ലായിരുന്ന അവസ്ഥയും ചുമയുടെ മരുന്നൊക്കെ എടുത്ത് കുടിച്ച് അവൻ കിടന്ന് ഉറങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. എക്സാമിൻ്റെ സമയത്ത് പോലും ഉറങ്ങിയാണ് അവൻ പരീക്ഷ എഴുതിയത്. എങ്കിലും മാതാവ് ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ അറിയാവുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് ജപമാല ചൊല്ലാനായിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ആ മകൻ ഒന്ന് കഷ്ടിച്ച് ജയിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എങ്കിലും അത്ഭുതമായിട്ട് ഒരുവിധം നല്ല മാർക്കോടെ പാസ്സാവുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ മകന് നല്ലൊരു സ്കൂളിൽ എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കൂടാതെ ആ മകന് ഒത്തിരി സഹനത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ മുയലുണ്ട്. ആ മുയലിന് പുല്ല് പറിക്കാൻ പോകുന്നത് മകനാണ്. മകൻ പുല്ല് പറിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിൽ അണലിപ്പാമ്പിനെയും കൂട്ടിയാണ് കൊണ്ടുവന്നത്. ആ പുല്ല് കൊണ്ടുവന്ന് താഴത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അറിയണത് അണലി അതിൽ നിന്ന് ഇറങ്ങി പോണത്. അവനെ അതിൽ നിന്നൊക്കെ ആ ഒരു അപകടത്തിൽ നിന്നൊക്കെ, എന്നാൽ കയ്യിൽ അത് ചുരുട്ടി പിടിച്ചിരുന്ന സമയത്ത് ഒന്ന് കൊത്തിയോ ഒന്നും തന്നെ ചെയ്തില്ല. അതുകൊണ്ട് താഴത്ത് വെച്ചപ്പോഴത്തേക്ക് അത് എഴഞ്ഞു പോകുന്നതാണ് കണ്ടത്. ആ ഒരു വലിയ അപകടത്തിൽ നിന്ന് എൻ്റെ മകനെ സംരക്ഷിച്ച മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. മാർച്ച് 10-ാം തീയതി എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മദിനമായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഞങ്ങളിവിടെ കൂട്ടായ്മയോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയും കൂട്ടായ്മയിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ജീവിത പങ്കാളി പുറത്തേക്ക് പോവുകയും വരാൻ വൈകിയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണ് വൈകിയെന്ന്. അപ്പോൾ മറുപടി പറയുന്നത് ഹോസ്പിറ്റലിലാണ്, ആക്സിഡൻ്റ് ഉണ്ടായി എന്നാണ്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞാനും എൻ്റെ മകനും കൂടി പോയി. അപ്പോൾ അറിയാൻ ഇടയായത് ഒരു സ്പോർട്സ് ബൈക്ക് വന്ന് ബൈപ്പാസിൽ വെച്ച് എൻ്റെ ജീവിത പങ്കാളിയെ ഇടിക്കുകയും ആ നിമിഷം തന്നെ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോവുകയും ഉപ്പൂറ്റി തകർന്ന് 8 പീസായി അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു സർജറി വേണമെന്ന്. ഉപ്പൂറ്റിയുടെ എല്ല് 8 പീസായിട്ട് പൊടിഞ്ഞു പോയേക്കണാണ്. സർജറിയുടെ സമയം ഒത്തിരി നേരം എടുക്കുകയുണ്ടായി. സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് റൂമിലേക്ക് കൊണ്ടുവന്നെങ്കിലും സാധാരണ ഒരു വ്യക്തിക്ക് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊന്നും എൻ്റെ ജീവിത പങ്കാളിക്ക് അധികം വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒത്തിരി ഉള്ളിൽ വേദനയുണ്ടെങ്കിലും പുറമേ കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തിലായിരുന്നു ഇന്നത്. കാരണം ആ വ്യക്തി ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ എല്ലാവരും പുറത്തിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 6 മാസത്തോളം വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്ത അവസ്ഥയിലായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ കുടുംബത്ത് നേരത്തെ എങ്ങനെയായിരുന്നോ അതിലും മെച്ചമായിട്ട് മാതാവ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, മക്കളുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യമാണെങ്കിലും നല്ല രീതിയിൽ നടത്തി തന്നു. ജീവിത പങ്കാളിക്ക് നടക്കുമ്പോൾ ഒരു മുടന്ത് ഉള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിത പങ്കാളി പ്രോഗ്രാമിനൊക്കെ പോവുകയും വചന ശുശ്രൂഷ മേഖലകളിലൊക്കെ പോയി തുടങ്ങി. എങ്കിലും ആ കാലിൻ്റെ ആ വേദനയും
പേടിയും ആ മുടന്തുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അത് ഒത്തിരി വിഷമാവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വേളാങ്കണ്ണിയിൽ നേർച്ചയുണ്ടായി. ഞങ്ങൾ കുടുംബത്തോടെ വേളാങ്കണ്ണിയിലേക്ക് പോവുകയും അവിടെ ഇരുന്ന് ഒരുപാട് ജപമാല മാതാവിൻ്റെ മുമ്പിലിരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ച്, കരഞ്ഞ് പ്രാർത്ഥിച്ച്, നിയോഗങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജീവിത പങ്കാളിയുടെ കാല് പഴയ രൂപത്തിൽ തന്നെ ആവുകയും സാധാരണ മനുഷ്യർ നടക്കണ പോലെ ആവുകയും ചെയ്ത് ഇത് മാതാവ് നൽകിയ ഒരു വലിയ സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത്.